ദ ബെറി ഇൻ ദ പാം എന്ന് പറയുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു കവിതയാണ്. അപ്പം ഇതിനകത്ത് ബെറി ഇൻ ദ പാം എന്ന് പറയുമ്പം ഇവിടെ ബെറി എന്ന് ഉദ്ദേശിക്കുന്നത് നെല്ലിക്കയാണ്. അപ്പം കൈവെള്ളയിൽ നെല്ലിക്ക അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റഫർ ഫോർ ക്ലാരിറ്റി ഓഫ് ലൈഫ്. ലൈഫിലെ ഒരു നമ്മുടെ കൈവെള്ളയിൽ ഒരു നെല്ലിക്ക വെച്ച് അത് കാണാൻ എന്തുമാത്രം ക്ലിയർ ആണ്, ക്ലാരിറ്റിയാണ്, അത്രയും ക്ലാരിറ്റി ലൈഫിനുണ്ട്. അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് ത്രൂഔട്ട് ഒരു ഹസ്ബൻഡാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനോട് സംസാരിക്കുകയാണ്. അതായത് ഹാവ് യു ഹേർഡ് മൈ ലവ് ദ ക്രൈസ് ഓഫ് അവർ ഏജ് ഫ്രം മൈ മൗത്ത് എന്ന്. അതായത് അവർ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ ക്രൈസ്, അതായത് അവിടുത്തെ പ്രശ്നങ്ങളും കരച്ചിലുകളും അതെല്ലാം ഫ്രം മൈ മൗത്ത്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് അവരറിയുന്നതെന്ന് പറയുന്നത്. അവർക്ക് നേരിട്ട് അറിയാനൊരു ഓപ്ഷൻ ഇല്ല. ഹാവ് യു ഹേർഡ്, എൻ്റെ വായിൽ നിന്നും ഞാൻ പറഞ്ഞത് വഴി സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെ പറ്റി നീ അറിഞ്ഞോ. അതുപോലെ ഹാവ് യു സീൻ ഇൻ മൈ ഐസ് ദ ഹീഡിയസ് ഇമേജ് ഓഫ് ദിസ് ടൈം, അഗ്ലി ഇമേജ്, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അഗ്ലി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി എൻ്റെ കണ്ണിലൂടെ നീ കാണുന്നുണ്ടോ. അതായത് അവർക്ക് നേരിട്ട് കാണാനൊരു അവസരമില്ല. അവരെ ഒരു കൺഫൈൻഡ് വിതിൻ ദ ഫോർ വാൾസ് ഓഫ് ദ ഹോം ആണ്. പക്ഷേ അവരുടെ ഹസ്ബൻഡ് വഴിയാണ് ഇവർ പുറം ലോകത്തെ പറ്റി എല്ലാം അറിയുന്നത്. പുറത്തുള്ള കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിൻ്റെ വായിലൂടെയാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, അദ്ദേഹം കണ്ട കാഴ്ചകളെ പറ്റി അദ്ദേഹം വിവരിക്കുമ്പോഴാണ് ഇവർ പുറത്തുള്ള കാര്യം അറിയുന്നത്. പിന്നെ അങ്ങനെ തന്നെ ഹാവ് യു ടേക്കൺ ദ സ്റ്റെഞ്ച് ഓഫ് ദീസ് ടൈംസ് ഫ്രം മൈ ബ്രെത്ത് ഡിയർ. അപ്പം ആ സൊസൈറ്റിയിലെ ആ ഒരു മോശപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ എന്നിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഫുള്ള് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് വേറൊരാൾക്കും ഡയറക്റ്റ് ആക്സസ് പാടില്ല. അവർ സൊസൈറ്റിയിലേക്ക് ഡയറക്റ്റ്ലി ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. അദ്ദേഹത്തിലൂടെ മാത്രമാണ് സൊസൈറ്റിയിലെ കാര്യങ്ങൾ അവരറിഞ്ഞാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം അദ്ദേഹം പറയുന്നത് സൊസൈറ്റി അത്ര ബാഡാണ്, ഒരുപാട് ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം ഇതൊന്നും നേരിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല, പുള്ളി വഴി അവരറിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രം മൈ ലിപ്സ് ദ ബിറ്റർനെസ് ഓഫ് അവർ ടൈംസ്, അവരുടെ കാലത്തെ ബിറ്റർനെസ്, മോശപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലൂടെയാണ് അവരറിയുന്നത്. അപ്പോൾ എല്ലാം അദ്ദേഹത്തിലൂടെയാണ് അവർ അറിയുന്നത്. പിന്നെ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നു. വൈഫിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഷീ ഈസ് പ്യുവർ ആസ് എ ഫ്ലവർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരുടെ പ്യൂരിറ്റി ഒക്കെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഹസ്ബൻഡിനെ അദ്ദേഹത്തെ പറയുന്നത് അവരുടെ മാരേജിൻ്റെ സമയത്തൊക്കെ ഐ വാസ് ഓൾ ഇൻ സ്വെറ്റ് വെൻ ഐ ടുക്ക് യുവർ ഹാൻഡ് ഇൻ മൈൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്വെറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഡേർട്ടി നെയിൽസ് ഓഫ് ഹിസ് ഹാൻഡ്, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സൈഡ് ആണ്. പക്ഷെ വൈഫ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഫ്ലവർ ആയിട്ടാണ് കാണുന്നത്. അപ്പം സൊസൈറ്റിയുടെ എല്ലാ നെഗറ്റീവ്സും കറപ്ഷനും എല്ലാം ഹസ്ബൻഡ് ഫേസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ കറപ്റ്റഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്നത് പ്യുവർ ആണ്, അവരെ കറപ്റ്റ് ആക്കാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം അയാളെ സ്വയം കൃഷ്ണനോടും ഭീമനോടും ലോർഡ് വിഷ്ണുവിനോടും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്യമന്തക, ഹി വുഡ് ഗെയിൻ ദ റെയർ സ്യമന്തക ഓർ ഈവൻ ദ പ്രൈസ്ഡ് സൗഗന്ധിക. അതായത് കൃഷ്ണനെ പോലെ ഈ സ്യമന്തക എന്ന് പറയുന്ന ഒരു റെയർ ജെമ്മാണ്. അപ്പോൾ അത് കൃഷ്ണൻ്റെ കയ്യിലുള്ളതുപോലെ പണ്ട് അദ്ദേഹം ചെറുപ്പകാലത്ത് പറയുമായിരുന്നു, അത് വേണമെങ്കിലും സ്യമന്തകം വേണമെങ്കിലും വൈഫിന് വേണ്ടി കൊണ്ടുതരും. അതുപോലെ ഭീമൻ ദ്രൗപദിക്ക് സൗഗന്ധികം കൊണ്ട് കൊടുത്തതുപോലെ അദ്ദേഹത്തിന് അത് കൊണ്ടുതരാൻ പറ്റും. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പ്രൈഡായിരുന്നു അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയിലും സ്ട്രെങ്തിലും ഒക്കെ. പക്ഷെ പിന്നീട് ത്തിനൊരു റിയലൈസേഷൻ ഉണ്ടായി ലൈഫിൽ. അതായത് ഫ്രം ബേണിങ് മൈസെൽഫ് 100 times ഓവർ. ഇപ്പോൾ അദ്ദേഹത്തിനൊരു റിയലൈസേഷൻ ഉണ്ടായി. അതായത് ട്രൂത്ത് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഹ്യൂമൺ എക്സിസ്റ്റൻസിനെ പറ്റിയുള്ള റിയാലിറ്റി അദ്ദേഹം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പണ്ട് അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലാണ്. അതായത് അദ്ദേഹം ഈ വാമനനെ പോലെ, അതായത് വിഷ്ണുവിൻ്റെ അവതാരമാണ്, വാമനനെ പോലെ ഒറ്റ കാൽപാദം കൊണ്ട്, ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റും. ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം
അദ്ദേഹം ലൈഫിൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ റിയാലിറ്റിയെ തിരിച്ചറിയുകയാണ്. അതായത് എല്ലാ ഹ്യൂമൻസും മോർട്ടലാണ്, നമ്മൾ വെറും ആഷസ് ആയിട്ട് മാറും, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ചിരിക്കാനൊന്നും കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഹി ഡോണ്ട് ഹാവ് ദ സ്കിൽ, ലവ് എക്സെട്ര ടു സിങ്, പിന്നെ മേക്ക് ജോക്ക്, സ്മൈൽ അറ്റ് ദ ജോക്സ് ദാറ്റ് ഹി ക്രാക്ഡ് ഇൻ ദോസ് ഡേയ്സ്. പണ്ട് അദ്ദേഹം ക്രാക്ക് ചെയ്ത ജോക്സൊക്കെ അദ്ദേഹത്തിന് ഇന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് അദ്ദേഹത്തിന് ഒരു ക്ലിയർ വിഷനാണ് ലൈഫിനെ കുറിച്ചുള്ളത്. അദ്ദേഹം ലൈഫിനെ കുറച്ചുകൂടെ യാഥാർത്ഥ്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് sees a clear vision of the cosmos. I see it as clear as a gooseberry in my palm, but I do not have the strength to crush this little fruit. കൈവെള്ളയിലെ ഒരു ഗൂസ്ബെറി, ഒരു നെല്ലിക്ക പോലെ, നമ്മുടെ കൈവെള്ളയിൽ ഒരു നെല്ലിക്ക എടുത്ത് വെച്ച് നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ എന്ത് ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെ കാണാം. അത്ര ക്ലിയർ ആയിട്ടാണ്, കൈവെള്ളയിലെ നെല്ലിക്ക പോലെയാണ് അദ്ദേഹത്തിന് ഇപ്പം ലൈഫിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അതായത് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റിയും അതിൻ്റെ ട്രൂത്തിനെ പറ്റിയും ലൈഫ് എത്ര അൺപ്രഡിക്റ്റബിൾ ആണ് അതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഇന്ന് കാണാൻ പറ്റും. പക്ഷേ ഹി ഡോണ്ട് ഹാവ് ദ സ്ട്രെങ്ത് ടു ക്രഷ് ദിസ് ലിറ്റിൽ ഫ്രൂട്ട്. ഈ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ കൂടി ഹി ലാക്സ് എ കറേജ് ടു ആക്സെപ്റ്റ് ആൻഡ് ആക്സെപ്റ്റ് ദാറ്റ്. അത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ആ ഒരു യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് ഹി സേസ് ദാറ്റ് ഇൻ മൈ സോൺസ് ഓഫ് ആക്ഷൻ യു ആർ വാട്ട് ലെൻസ് മീ കറേജ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് കറേജ് നൽകുന്നത് അവരാണ്, അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അതായത് അവരുടെ ഫോം, കോംപ്ലക്ഷൻ, വോയിസ്, ഫ്രാഗ്രൻസ്, എവറിത്തിങ് അബൌട്ട് ഹെർ, അതാണ് അയാൾക്ക് കറേജ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. അപ്പം അതും പാട്രിയാർക്കിയുടെ ഒരു ഇതാണ്. ഇദ്ദേഹം വൈഫിനെ അദ്ദേഹത്തിൻ്റെ വൈഫ് പ്യുവറാണ്, ഭയങ്കര പ്യുവറാണ്. പക്ഷെ അദ്ദേഹം കറപ്റ്റഡ് ആണ്. സൊസൈറ്റിയുടെ കറപ്ഷനും ആ നെഗറ്റീവ് ആസ്പെക്ട്സും എല്ലാം അദ്ദേഹത്തിലുണ്ട്. അത് അദ്ദേഹത്തിലൂടെ മാത്രം അദ്ദേഹത്തിൻ്റെ വൈഫ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. പുള്ളിക്കാരിയെ ഡയറക്റ്റായിട്ട് സൊസൈറ്റിയായിട്ട് ഒരു ഇൻട്രാക്ഷനും അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പം ഒരു ഐഡിയൽ വൈഫും ഒരു പ്രൊട്ടക്റ്റീവ് ഹസ്ബൻഡ് അങ്ങനെയൊക്കെയുള്ളൊരു പാട്രിയാർക്കിയുടെ ഒരു സൈഡാണ്. അതായത് പ്രൊട്ടക്ഷൻ എന്ന പേരിൽ വിമനെ ഭയങ്കര പ്യുവറായിട്ട് കീപ്പ് ചെയ്യുന്നു, ചാസ്റ്റിറ്റി അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദേ ആർ കൺഫൈൻഡ് വിതിൻ ദ 4 walls. പക്ഷെ മെൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു പാട്രിയാർക്കിയുടെ ആ ഒരു ഇതൊക്കെ ആണ് ആ കവിതയിലൂടെ പറയുന്നത്.